പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്ന് 3-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: രക്ഷ യഹോവയ്ക്കുള്ളത്. നാം വേർപാടിൽ തുടങ്ങി വിശുദ്ധിയിൽ അവസാനിക്കുന്ന വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ യഹോവയിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ചില കാര്യാദികളെക്കുറിച്ച് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. യഹോവയിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ചില കാര്യാദികളിൽ പെടുന്ന ഒന്നാണ് രക്ഷ എന്ന് പറയുന്നത്. രക്ഷ എന്ന വാക്കിന് പഴയ നിയമത്തിൻ്റെ മൂലഭാഷയായിരിക്കുന്ന എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് യശൂവ എന്നാണ്. യശൂവ എന്ന വാക്കിന് ഒന്നിൽ പരം അർത്ഥങ്ങളുണ്ട്. അതിലൊരർത്ഥം വിജയം എന്നാണ്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നതിലൂടെ വിജയകരമാകുന്ന ഒരു ജീവിതത്തെ നയിക്കുവാൻ കഴിയും. വിജയകരമാകുന്ന ജീവിതത്തിനായി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ചിന്തിക്കാം, എന്താണ് രക്ഷ? ലളിതമാകുന്ന ഭാഷാശൈലിയിൽ പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള വിടുതലിനെയാണ് രക്ഷ എന്ന് പറയുന്നത്. രക്ഷ പ്രധാനമായും 2 വിധത്തിലാണ്. ഒന്ന് ശാരീരികമാകുന്ന രക്ഷ, 2 ആത്മീകമാകുന്ന രക്ഷ. ശാരീരികമാകുന്ന രക്ഷയും ആത്മീകമാകുന്ന രക്ഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്ന് ശാരീരികമാകുന്ന രക്ഷ. ശാരീരികമാകുന്ന രക്ഷ എന്തിനെ കാണിക്കുന്നു എന്നറിയണ്ടേ? ശാരീരികമാകുന്ന രക്ഷ രോഗത്തിൽ നിന്നുള്ള വിടുതലിനെയും ശത്രുക്കളിൽ നിന്നുള്ള വിടുതലിനെയും ആപത്തുകളിൽ നിന്നുള്ള വിടുതലിനെയും ശാരീരികമാകുന്ന രക്ഷ കാണിക്കുന്നു. 2 ആത്മീകമാകുന്ന രക്ഷ. ആത്മീകമാകുന്ന രക്ഷ എന്തിനെ കാണിക്കുന്നു എന്നറിയണ്ടേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാപത്തിൽ നിന്നുള്ള വിടുതലിനെ കാണിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ശാരീരികമാകുന്ന രക്ഷയും ആത്മീകമാകുന്ന രക്ഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ശാരീരികമാകുന്ന രക്ഷയെ പ്രദാനം ചെയ്യുവാൻ ഒരു പരിധിവരെ മനുഷ്യർക്ക് കഴിയും. എന്നാൽ ആത്മീകമാകുന്ന രക്ഷയെ പ്രദാനം ചെയ്യുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞത്, രക്ഷ യഹോവയ്ക്കുള്ളത്. യഹോവയിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ഒന്നാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വപ്രസിദ്ധനായ പൗലോസ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതീവ ചിന്തനീയമായിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ? യേശു ക്രിസ്തുവിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ഒന്നാണ് രക്ഷ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ച് നിത്യമാകുന്ന രക്ഷയിലേക്ക് നയിക്കുവാൻ പുണ്യവാളന്മാർക്കോ പുണ്യവതികൾക്കോ അപ്പോസ്തലന്മാർക്കോ ശിഷ്യന്മാർക്കോ ദൂതന്മാർക്കോ ഇങ്ങനെ തുടങ്ങി ആർക്കും സാധ്യമല്ല. നമ്മെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ച് നിത്യമാകുന്ന രക്ഷയിലേക്ക് നയിക്കുവാൻ കഴിവുള്ള ഒരുവനേയുള്ളൂ. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, യേശു ക്രിസ്തുവിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന ഒന്നാണ് രക്ഷ എന്ന് പറയുന്നത്. ഈ രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സ്വായത്തമാക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ കാരാഗ്രഹത്തിലെ ദൈവികമാകുന്ന പ്രവൃത്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ കാരാഗ്രഹ പ്രമാണി പൗലോസിനോടും ശീലാസിനോടും ഇപ്രകാരം ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി: യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് പൗലോസും ശീലാസും ഇപ്രകാരം പ്രതികരിക്കുകയുണ്ടായി: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്നറിയണ്ടേ? പരമപ്രധാനമായും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകണം. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷ പ്രാപിക്കുവാൻ എന്തൊക്കെ ചെയ്യണമെന്നറിയണ്ടേ? പ്രധാനമായും 2 കാര്യങ്ങളാണ്.
ഒന്ന്, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുവാൻ തയ്യാറാകണം. രണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ തയ്യാറാകണം. എന്തു വിശ്വസിക്കണം എന്നറിയണ്ടേ? യേശു ക്രിസ്തു ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റത് എൻ്റെ പാപമോചനത്തിനു വേണ്ടിയായിരുന്നു, എൻ്റെ നിത്യമാകുന്ന രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകണം. ശ്രദ്ധിക്കണമേ, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുന്നതിലൂടെ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിലൂടെ നിത്യമാകുന്ന രക്ഷയെ പ്രാപിക്കുവാൻ കഴിയും. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ദാനമാകുന്ന രക്ഷയെ ഈ ദിവസങ്ങളിൽ സ്വായത്തമാക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.